ഹായ് ഓൾ. നമ്മൾ ആർട്ടിക്കിൾസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാലൻസ് പോർഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. കോൺഷ്യൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് എംബോഡി ദ സോഷ്യൽ ഫിലോസഫി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റി ഇങ്ങനെ പറഞ്ഞത് ഗ്രാൻവില്ലെ ഓസ്റ്റിനാണ്. നോവൽ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അതുപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ജസ്റ്റ് ലൈക്ക് ഇറ്റ് ചെക്ക് ഓൺ ബാങ്ക് പേയബിൾ അറ്റ് ദ കൺവീനിയൻസ് ഓഫ് ദ ബാങ്ക്. ഇങ്ങനെ പറഞ്ഞത് പ്രൊഫസർ KT ഷാ. ഇത് മൂന്നും ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ഇത് നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. പാർട്ട് 4 വരുന്നത് ആർട്ടിക്കിൾ 36 to 51. ആർട്ടിക്കിൾ 37 പറയുന്നത് നോൺ ജസ്റ്റീഷ്യബിൾ എന്ന് പറഞ്ഞാൽ കനോട്ട് ബി എൻഫോഴ്സിബിൾ ബൈ എനി court. 38 secure and protect the social order, stands for welfare of nation. 39A ലോക് അദാലത്താണ്. ലോക് അദാലത്ത് പ്രൊമോട്ട് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദി പവർ ആൻഡ് ഇതിൻ്റെ ചെയർമാനായിരുന്നത് ജസ്റ്റിസ് AS ആനന്ദ്. ദെൻ 40 ഗ്രാമപഞ്ചായത്തിനെ പറ്റിയാണ് പറയുന്നത്. 41 റൈറ്റ് ടു വർക്ക്, എഡ്യൂക്കേഷൻ, പബ്ലിക് അസിസ്റ്റൻസ്. 42 കണ്ടീഷൻസ് ഓഫ് വർക്ക് and maternity relief. Then 43 living wage, a decent standard of living and social and cultural opportunities for work. Then 44 uniform civil code throughout the country. ഇത് ആദ്യമായി നടപ്പാക്കിയ സ്റ്റേറ്റ് ഗോവയാണ്. 45 childhood care and education for all children under the age of 6 years. ഇത് 21A right to education അത് തന്നെയാണ്. 86th amendment 2002. 46 promote education and economic interest of SC, ST and other weaker sections. 47 prohibit the consumption of intoxicating drinks and drugs injurious to health. 48 prohibited the slaughter of cows, calves and cattle. First state Gujarat ആണ്. 48A protection of environment and the safeguarding of forest. 49 protect monuments, places and objects of historical interest. Article 50 separate the judiciary and executive in public services of state. And 51 promotion of international peace and security and the relation between nations. അടുത്തത് ആർട്ടിക്കിൾ 51A ആണ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് USSR നിന്നുമാണ്. അതുപോലെ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ വഴിയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തത്. പാർട്ട് 4A ആണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ആദ്യം നമുക്ക് 8 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ 42nd അമെൻമെൻറ്റിൽ അത് 10 ഡ്യൂട്ടീസായി. ഇപ്പോൾ നിലവിൽ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് ഉള്ളത്. ഈ 11th വന്നത് 86th അമെൻമെൻ്റ് ആണ് 2002. അത് നമുക്കറിയാം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ അത് തന്നെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിലും അവസാനത്തേത്. ഇനി നമുക്ക് ഏതൊക്കെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് നോക്കാം. ആദ്യത്തേത് ടു അബൈഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്ട് ഇറ്റ്സ് ഐഡിയൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദ നാഷണൽ ഫ്ലാഗ് ആൻഡ് ദി നാഷണൽ ആന്തം. അപ്പോൾ ഇതിനെല്ലാം റെസ്പെക്റ്റ് ചെയ്യുക. ഓക്കെ. അടുത്തത് ടു ചെറിഷ് ആൻഡ് ഫോളോ ദ നോബിൾ ഐഡിയൽസ് വിച്ച് ഇൻസ്പയർഡ് അവർ നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡം. മൂന്നാമത്തെ ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദ സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. ദെൻ to defend the country and render national service when called upon to do so. Fifth one, to promote harmony and the spirit of common brotherhood among all the people of India, transcending religious, linguistic and regional or sectional diversities, to renounce practices derogatory to the dignity of women. Sixth one, to value and preserve the rich heritage of our composite culture. Seventh, to promote and improve the natural environment including forests, lakes, rivers, wildlife, and to have compassion for living creatures. Then to develop the scientific temper, humanism and the spirit of inquiry and reforms. Then ninth, to safeguard public property and to abjure violence. 10th one, to strive towards excellence in all spheres of individual and collective activity so that the nation constantly rises to higher levels of endeavor and achievement. The last fundamental duty is
who is a parent or guardian to provide opportunities for education to his child, or as the cases may be what between the age of 6 to 14 years. ഇത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്, ആർട്ടിക്കിൾ 21A. അതിൻ്റെ ഒപ്പം തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് 86th അമെൻമെൻറ്റ് 2002. അങ്ങനെ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് നമുക്ക് ഉള്ളത്.